പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ താല്പര്യത്തോടെ രാത്രിയിൽ ദൈവവചനം കേൾക്കുവാൻ, വചനം പഠിക്കണമെന്നുള്ളതായ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായും അനുഗ്രഹിക്കും. നാം ദൈവത്തിന്റെ വചനത്തോട് കാണിക്കുന്ന ഇഷ്ടം ദൈവത്തോട് കാണിക്കുന്ന ഇഷ്ടത്തിന് തുല്യമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. വചനമനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ദൈവവചനം കേൾക്കുമ്പോൾ വളരെ ഏകാഗ്ര ഹൃദയത്തോടെ തന്നെ നമുക്ക് ദൈവവാദപീഠത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ചിന്തകൾ മാറിപ്പോകാതിരിക്കുവാൻ നാം ഉത്സാഹിക്കണം. പിശാച് നമ്മെ അതിന് അനുവദിക്കുകയില്ല മിക്കവാറും. കാരണം ദൈവവചനം ശരിക്ക് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു ജയജീവിതം നയിപ്പാനായിട്ട് കഴിയുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളെയും മാത്രമല്ല, അവനെ ജയിപ്പാൻ ആവശ്യമായ ആയുധവും ശക്തിയും ലഭിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വചനം പഠിക്കുവാനോ വചനം വായിക്കുവാനോ കേൾക്കുന്നതായ വചനം ശ്രദ്ധിക്കുവാനോ ഒന്നും പിശാച സാഹചര്യം ഒരുക്കത്തിൽ എങ്ങനെങ്കിലുമൊക്കെ അവൻ നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടിരിക്കും. എന്തിനാണ് നാം ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്? പൗലോസ് പറയുന്നത് എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരായിരിക്കണമെന്ന്. ക്രിസ്തുവിൽ തികഞ്ഞവരായിരിക്കണം. വി ഷുഡ് ബി പെർഫെക്റ്റഡ് ഇൻ ജീസസ്, അറ്റൈൻ പെർഫെക്ഷൻ ഇൻ ജീസസ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ എപ്പോഴും പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നതായ കാര്യങ്ങളെ ചെത്തി ഒരുക്കി ആ ബൗണ്ടറിക്കുള്ളിൽ നിർത്തുന്നതിനാണ് പെർഫെക്റ്റഡ് ആകുക എന്ന് പറയും. ആ ഒരു പ്രോസസ്സിലേക്ക് നാം എത്തിച്ചേരുന്നതിനാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ തികഞ്ഞവരായെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ വിളിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠകരമാണ്. നാം ആ വിഷയത്തിൽ വളരെ ഭാഗ്യമുള്ളവരാണ്. കാരണം നമുക്ക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയ്ക്ക് മാത്രമാണ് കർത്താവിന്റെ മണവാട്ടിയായിരിക്കാനുള്ളതായ യോഗ്യത ലഭിച്ചിരിക്കുന്നത്. അപ്പോ വിളി ശ്രേഷ്ഠമായതുകൊണ്ട് അത്രത്തോളം പെർഫെക്ഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയത്തു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ചിന്തിക്കുന്നതായ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി തിരുവചനത്തിലൂടെ എന്നുള്ള വിഷയമാണ്. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതികളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യുഗങ്ങൾ മാറുമ്പോൾ, കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്കും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പോ നാം ആയിരിക്കുന്നതായ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ വീണ്ടെടുപ്പിന് വെച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നാം അനുസരിച്ചുകൊണ്ട് അതിന്റെ പെർഫെക്ഷനിലേക്ക് വരണം. ഒരടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങുകയും ആ അടിസ്ഥാനത്തിൽ നിന്ന് ക്രമേണ ഉയർത്തി പണിത് കൊണ്ടുവന്ന് ഒരു പെർഫെക്ഷനിലേക്ക് എത്തിച്ച്, അല്ലെങ്കിൽ ഒരു തികവിലേക്ക് എത്തിച്ച് പുതിയ യെരൂശലേം എന്നതായ കർത്താവിന്റെ മണവാട്ടി സഭയായി നമ്മെ മാറ്റേണ്ടതിനു വേണ്ടിയാണ് നാം ദൈവത്തിന്റെ തിരുവചനം പഠിക്കുന്നത്. പുതിയ നിയമത്തിന്റെ വിശ്വാസികളാണെന്ന് പറഞ്ഞ് പഴയ നിയമത്തിലെ പ്രമാണങ്ങളൊന്നും അനുസരിക്കേണ്ടെന്നോ അത് പ്രാധാന്യമില്ലെന്നോ വിചാരിക്കരുത്. അത് അടിസ്ഥാനമാണ്.
ആ അടിസ്ഥാനത്തിന്റെ മേൽ പണിതെങ്കിൽ മാത്രമേ നമ്മുടെ പണി ആ പൂർത്തീകരണത്തിലേക്ക് വരികയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതായ അധ്യായമാണ്. എന്തുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ കഴിയും. ഉൽപ്പത്തി 4-ാം അധ്യായമാണ് മാനവജാതിയുടെ വീണ്ടെടുപ്പ് അത്യന്താപേക്ഷിതമായി ആക്കി തീർത്തത്. കാരണം ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന, ഇതിനു മുമ്പ് നടന്നു വന്നിരുന്ന, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഈ ആധുനിക ലോകത്തിലായാലും കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അതുവരെയുള്ളതായ ആ കാലഘട്ടമായാലും നമ്മുടെ ഇടയിലുള്ളതായ സകല പാപങ്ങളുടെയും അടിസ്ഥാനവും അതിന്റെ വളർച്ചയും ആ നിലയിൽ വികാസം പ്രാപിച്ചത് 4-ാം അധ്യായത്തിലാണ്. ആ 4-ാം അധ്യായത്തിൽ കാണാത്ത പാപത്തിന്റെ ഒരു വിശാലതകളും നമുക്ക് ഈ ആധുനിക ലോകത്തിൽ കാണുവാൻ കഴിയത്തില്ല. അപ്പോ ആ പാപത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആ ഒരു കാലഘട്ടം, ഏത് കാലഘട്ടം? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായം എന്ന കാലഘട്ടം. ദൈവം ഒരു വീണ്ടെടുപ്പ് അയച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള ആ അത്യന്താപേക്ഷിതമായ സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുവാനിടയായി. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടൊരു വീണ്ടെടുപ്പ് ആവശ്യമെന്ന് ചോദിച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായി ചിന്തിക്കണമെങ്കിൽ എവിടെ നിന്നാണ് പാപം വന്നത്, എന്താണ് പാപത്തിന്റെ സ്വഭാവമായിരുന്നത്, അതിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, ഇന്ന് കാണുന്നതായ മ്ലേച്ഛതകളുടെയും ഇന്ന് കാണുന്നതായ തിന്മകളുടെയും ഇന്ന് കാണുന്നതായ ദൈവത്തിന് ഹിതകരമല്ലാത്തതായ ദുഷ്ടതകളുടെയും അടിസ്ഥാനമേത് എന്ന് നമ്മൾ ചിന്തിച്ചു ചെന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. അതുകൊണ്ട് തന്നെ 4-ാം അധ്യായം വളരെ 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 പ്രധാനപ്പെട്ടതായി നാം ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം ഞാൻ അല്പം വിശദീകരിച്ച് ചിന്തിപ്പാനായിട്ട് സമയമെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം ചില പ്രത്യേകമായ കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ടിടയായി. അതിൽ നാം വളരെ കാര്യമായി ചിന്തിച്ചതായ വിഷയം എന്ന് പറയുന്നത് കയീനിന്റെയും ഹാബേലിന്റെയും യാഗത്തെ കുറിച്ച്. ആ യാഗത്തിന്റെ പ്രത്യേകതകളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെ എന്താ സംഭവിച്ചത്? 2 പ്രത്യേകമായ ജീവിത ശൈലികൾ നമുക്ക് കാണുവാൻ കഴിയും. 2 ലൈഫ് സ്റ്റൈൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ ആദ്യം കാണുവാൻ കഴിയും. എന്താണ് 2 ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്? ഒന്ന് കയീനിന്റെ ലൈഫ് സ്റ്റൈലാണ്, 2 ഹാബേലിന്റെ ലൈഫ് സ്റ്റൈലാണ്. എന്താണ് കയീനിന്റെ ലൈഫ് സ്റ്റൈൽ? നാം ചിന്തിച്ചു. അവന്റെ കാര്യം മാത്രം നോക്കുക, അവന്റെ തലമുറകളുടെ കാര്യം മാത്രം നോക്കുക, അവനൊരു പേരുണ്ടാക്കുക, അവനൊരു അടിസ്ഥാനം ഉണ്ടാക്കുക, അവന്റെ തലമുറയുടെ വിഷയത്തിൽ സകലതും തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കുക, ദ്രവ്യാഗ്രഹിയായി ദൈവത്തെ കാര്യമായി ഗൗനിക്കാതെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നുള്ളതായ ആ മിൻഹാക്ക് എന്ന് പറയുന്നതായ മനോഭാവം, ആ മനോഭാവത്തോടെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലി, ആ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കണമേ. ലോകത്തിൽ നമ്മൾ ആകമാനം നോക്കിയാൽ ഈ ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ പിൻപറ്റുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനായിട്ട് ഇഷ്ടപ്പെടുന്നതായ ഒരു കൂട്ടം, അത് ഹാബേലിന്റെ ലൈഫ് സ്റ്റൈൽ. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എങ്ങനെങ്കിലും നിലനിൽക്കണം, ഈ ലോകത്തിൽ എന്തെങ്കിലും നന്മ കിട്ടണം, ഈ ലോകത്തിൽ ഒരു സ്ഥാനം കിട്ടണം, ഇവിടെ പട്ടണം പണിയണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് കീർത്തി കിട്ടണം. ഇങ്ങനെയുള്ളതായ ചിന്ത. ഇടയ്ക്ക് എന്തും ചെയ്യാം, ഇടയ്ക്ക് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കുകയും ചെയ്യാം, ഇടയ്ക്ക് ദൈവത്തിന് ഒരു യാഗം കഴിക്കുകയും ചെയ്യാം.
അങ്ങനെ യാഗം കഴിക്കുന്നത് കൊണ്ട് എനിക്കൊരു നഷ്ടവും വരുന്നില്ലല്ലോ എന്നുള്ള മനോഭാവത്തോടെ, ആ മിൻഹാക്ക് എന്നുള്ളതായ മനോഭാവത്തോടെ എന്ത് ചെയ്യുന്നു? കയീൻ തന്റെ ജീവിതം നയിക്കുകയാണ്. അപ്പൊ ആ മിൻഹാക്ക് എന്ന് പറയുന്നതായ മനോഭാവത്തോടെ ജീവിക്കുന്നതായ ഒരു ജീവിത ശൈലി. ഇപ്പുറത്ത് ഹാബേലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെഖോറാക്ക് എന്ന് പറയുന്ന ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത ശൈലി. ലോകത്തിൽ നമുക്ക് ദൈവമക്കളെന്ന് അറിയപ്പെടുന്നവരും ലോകമക്കളെന്ന് അറിയപ്പെടുന്നവരെയും നമുക്ക് ഈ രണ്ട് ക്ലാസ്സിലായിട്ട് തിരിക്കാം. അത് ജനറൽ കേസാണ്. ഇനി നമുക്ക് ദൈവമക്കളുടെ ഇടയിൽ തന്നെ വരാം. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം അറിയാമോ? ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന, കർത്താവിനെ അനുസരിക്കുന്നു, കർത്താവിനെ പിൻപറ്റുന്നു, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എന്ന് പറയുന്ന സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവ വചനപ്രകാരം ജീവിക്കുന്നു എന്ന് പറയുന്ന വേർപെട്ട ജനത്തിന്റെ ഇടയിലുമുണ്ട് ഈ രണ്ട് ലൈഫ് സ്റ്റൈൽ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നും. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കീർത്തനമുണ്ട്, കയ്യടിയുണ്ട്, ഡ്രമ്മടിയുണ്ട്, ഉപവാസമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അതിന്റെ ഇടയിൽ അല്ലെങ്കിൽ അതിന്റെ കൂടെ പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിലുള്ളതിലേക്ക് വേണ്ടി ദൃഷ്ടിവെച്ച് തനിക്ക് ലഭിച്ചതായ ആത്മീക വിഷയങ്ങൾ, ദൈവം നൽകിയതായ അനുഗ്രഹങ്ങൾ, ദൈവം നൽകിയതായ കൃപകൾ, ദൈവം നൽകിയതായ താലന്തുകൾ, ദൈവം നൽകിയതായ സകല കാര്യങ്ങളും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ക്രമേണ ദൈവത്തിന്റെ സന്നിധിയെ അഗണ്യമായി കരുതുവാനിടയായിട്ട് തീരുന്ന ദൈവമക്കളുടെ ഇടയിലുള്ളതായ കയീനിന്റെ ജീവിതശൈലി. മറുഭാഗത്ത് ഒരു ന്യൂനപക്ഷമെങ്കിലും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി മാത്രം ജീവിപ്പാൻ തങ്ങൾക്ക് കിട്ടിയതായ സകലതും ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്കും നന്മയ്ക്കുമായി വേർതിരിച്ചുകൊണ്ട് ഹാബേലിന്റെ ജീവിത ശൈലി പിൻപറ്റുന്ന ദൈവമക്കളുടെ ഒരു കൂട്ടം. നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിലാണ്? ഒരിക്കലും നാം ലോകജനത്തിന്റെ കൂട്ടത്തിലല്ല. എന്നാൽ ആത്മീകരെന്ന് നാം പറയുമ്പോൾ തന്നെ ആ ആത്മീകരുടെ ഇടയ്ക്കുണ്ടാകുവാൻ ഇടയുള്ള കൈനിക് സ്റ്റൈലും ഹാബേലിന്റെ സ്റ്റൈലും തമ്മിൽ വേർതിരിച്ചറിയണം. ഹാബേലിന്റെ സ്റ്റൈലിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചിന്തിക്കണം. ഈ രണ്ട് ലൈഫ് സ്റ്റൈൽ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കേണ്ടതാണ്. ആ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ആ ജീവിത ശൈലിയിൽ ദൈവം പ്രസാദിക്കുന്ന ജീവിത ശൈലി പിൻപറ്റുവാൻ നാം വളരെ ഉത്സാഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ജനറേഷൻസ് കാണുവാൻ കഴിയും, രണ്ട് തലമുറകൾ കാണുവാൻ കഴിയും. ഏതൊക്കെയാ രണ്ട് തലമുറകൾ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിന്റെ ബാക്കി ഭാഗമാണിത്. ആദമിന് മക്കൾ രണ്ടുണ്ടായി. രണ്ടുപേരുടെ കാര്യം തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, കയീനും ഹാബേലും. ഹാബേല് കയീനിനാൽ കൊല്ലപ്പെടുവാനായിട്ടിടയായി. പക്ഷേ ദൈവം അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല. എന്താ ചെയ്തത്? 4-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോ നാം ഇങ്ങനെ വായിക്കുന്നു: ആദം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. അവന് ശേത്ത് എന്ന് പേരിട്ടു. അപ്പോ ഹാബേലിന് പകരം ദൈവം മറ്റൊരു സന്തതി ആർക്ക് കൊടുത്തു? ഹൗവയ്ക്ക് നൽകി. ഹൗവ ഈ പൈതലിനെ കണ്ടു കഴിഞ്ഞപ്പോ അവക്ക് ഹൃദയത്തിൽ ഒരു പ്രത്യേക പ്രത്യാശ ഉളവാകുവാനിടയായി. അപ്പോൾ എന്താ പറഞ്ഞറിയാമോ? ഇവൻ മുഖാന്തരം വൻ കാര്യങ്ങൾ നടക്കും. കാരണം ഹൗവയും ആദവും ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ
തങ്ങൾക്ക് ലഭിച്ചതായ ആ വാഗ്ദത്വത്തിന്റെ നിവർത്തി ഉടനെ ഉണ്ടാകും എന്നുള്ളതായ ചിന്തയിൽ അവരങ്ങ് തിരിച്ച് ഏദൻ തോട്ടത്തിലേക്ക് കയറാനുള്ള ആ ഒരു വെമ്പലോടെ നിൽക്കുകയാണ്. അപ്പൊ എപ്പോഴാണ് ആ കാര്യങ്ങൾ നിറവേറ്റുന്നതായ ഒരു സന്തതി ഞങ്ങൾക്കുണ്ടാകുന്നത് എന്നുള്ളതായ ആ ചിന്തയോടെ ഇരിക്കുമ്പോഴാണ് ഹാബേലിന് പകരം ദൈവം മറ്റൊരു സന്തതിയെ ഹൗവയ്ക്ക് നൽകിയത്. ഹൗവ പ്രത്യാശയോടെ തനിക്ക് ലഭിച്ചതായ ആ മകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവൾക്ക് പെട്ടെന്ന് അവിടെ ഹൃദയത്തിൽ കടന്നു വന്നതായ ചിന്ത, ഇവൻ മുഖാന്തരം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വൻ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഷേത്ത് എന്ന് പേരിട്ടു. ഷേത്ത് എന്ന വാക്കിന്റെ അർത്ഥം അപ്പോയിന്റഡ് അല്ലെങ്കിൽ പകരം കിട്ടുക, കോമ്പൻസേഷൻ എന്നൊക്കെയാണ്. അപ്പോയിന്റഡ് നിയമിക്കപ്പെട്ടവൻ, പകരം കിട്ടിയവൻ എന്നാണ് അതിന്റെ അർത്ഥം. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് ഒരു മകനെ തന്നു. ദൈവത്താൽ നിയമിക്കപ്പെട്ടവനായി വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിയമിക്കപ്പെട്ടതായ നിലയിൽ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു എന്ന് പറഞ്ഞ് ഷേത്ത് എന്ന് പേരിടുകയാണ്. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് തലമുറകളാണ്, രണ്ട് ജനറേഷൻ. there are two generations. ഏതൊക്കെയാണ് ജനറേഷൻ? ഒന്ന് കയീനിന്റെ ജനറേഷൻ, രണ്ട് ഷേത്തിൽ നിന്നുള്ളതായ ജനറേഷൻ. ഈ രണ്ട് ജനറേഷനും നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കയീനിന്റെ ജനറേഷനിൽ പെട്ടുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് നമുക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഈ രണ്ട് ജനറേഷനെയും നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇനി നോക്കിക്കേ, കയീൻ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോ കയീനിന്റെ ജനറേഷനിലേക്ക് നമുക്ക് കടന്നു വരികയാണ്. ഒന്നാമത് ചിന്തിക്കാൻ പോകുന്നത് കയീന്റെ ജനറേഷനാണ്. കയീന്റെ ജനറേഷൻ പഠിച്ചതിന് ശേഷം, ചിന്തിച്ചതിന് ശേഷം നമുക്ക് ഷേത്തിന്റെ ജനറേഷനിലേക്ക് പോകാം. കയീന്റെ ജനറേഷന്റെ പ്രത്യേകത 4-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ വ്യർത്ഥം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. അപ്പൊ കയീനിന്റെ അടുത്ത സന്തതി എന്ന് പറയുന്നത് പേര് ഹാനോക്ക്. ഇനിയും 18-ാമത്തെ വാക്യം, ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെഥുസലേമിനെ ജനിപ്പിച്ചു. മെഥുസയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എണ്ണി നോക്കി എത്ര പേരായെന്ന്. കയീനിന്റെ തലമുറ, ആദമിന്റെ മകനായ കയീൻ. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് അവനൊരു മകൻ ജനിച്ചു. ആ മകന്റെ പേരെന്താണ്? ഹാനോക്ക്. ഹാനോക്കിനെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഹാനോക്ക്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. നമുക്കറിയാവുന്ന ഒരു ഹാനോക്കുണ്ട്, ഇത് മറ്റൊരു ഹാനോക്കാണ്. ഈ 2 ഹാനോക്കിനെയും തമ്മിലൊന്ന് നമ്മൾ ചേർത്ത് പഠിക്കാനായിട്ട് പോകുകയാണ്. തുടർന്ന് ഈ കയീനിന്റെ മകനായ ഹാനോക്കിന്റെ പേരിൽ എന്ത് ചെയ്തു? കയീൻ ഒരു പട്ടണം പണിത് ആ പട്ടണത്തിന് ഹാനോക്ക് എന്ന് പേരിട്ടു. ഹാനോക്കിന് ഒരു മകൻ ജനിച്ചു. ഹാനോക്കിന് ജനിച്ചതായ മകന്റെ പേരാണ് ഈരാദ്. ഈരാദിന് ഒരു മകൻ ജനിച്ചു. അവന്റെ പേര് മെഹൂയായേൽ. മെഹൂയായേലിന് ജനിച്ചതായ മകന്റെ പേര് മെഥൂശായേൽ. ആ മെഥൂശായേലിന്റെ മകന്റെ പേര് ലാമെക്ക്. അപ്പൊ ആദം മുതൽ എണ്ണി നോക്കിക്കേ, എത്ര പേരായി? 7 പേരായി. 7 പേര്. ആദാം, കയീൻ, പിന്നെ ഹാനോക്ക്, ഈരാദ്, മെഹൂയേൽ, പിന്നെ മെഥൂശയേൽ, അത് കഴിഞ്ഞിട്ട് ലാമക്ക്. 7-ാമത്തെ സന്തതി അല്ലെങ്കിൽ തലമുറക്കാരനാണ് ലാമക്ക്. ഇനി നമ്മൾ തുടർന്ന് പഠിച്ചാൽ ലാമക്കിനോടുകൂടെ കയീനിന്റെ വംശപാരമ്പര്യ
ഡിസ്ക്രിപ്ഷൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നും നമുക്ക് വിശദീകരിച്ച് കിട്ടുവാനായിട്ട് കഴിയത്തില്ല. വന്ന് നിൽക്കുന്നത് 7-ാം തലമുറക്കാരനായ ലാമക്കിലാണ്. ഇവിടെയാണ് നമുക്ക് വളരെ ശ്രദ്ധാപൂർവം പാപങ്ങളുടെ ഉത്ഭവസ്ഥാനം പഠിക്കേണ്ടത്. ശ്രദ്ധിക്കണം, ആദമിൽ നിന്ന് ആദം മുതൽ കയീനിന്റെ വംശപാരമ്പര്യത്തിൽ കയീന്റെ ജീനിയോളജിയിൽ 7-ാമനായ ലാമക്ക്. പക്ഷേ നമ്മൾ അടുത്ത തലമുറ ചിന്തിക്കുമ്പോൾ, ഷേത്തിന്റെ തലമുറ ചിന്തിക്കുമ്പോ യൂദായുടെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ആദം മുതൽ 7-ാമനായ ഹാനോക്ക്. അപ്പോ ഈ 2 തലമുറകളെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണമില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. കയീനിന്റെ തലമുറയുടെ പ്രത്യേകത, ആ തലമുറയിൽ 7-ാമത്തെ തലമുറക്കാരൻ എത്തിയപ്പോ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. എന്താ സംഭവിച്ചത്? 7-ാമത്തെ തലമുറയിൽ നോക്കൂ, 18-ാമത്തെ വാക്യം. ഹാനോക്കിന് ഈരാദ് ജനിച്ചു, ഈരാദ് മെഹൂയയേലിനെ ജനിപ്പിച്ചു, മെഹൂയയേൽ മെഥൂശയേലിനെ ജനിപ്പിച്ചു, മെഥൂശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. 19-ാമത്തെ വാക്യം, ലാമക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ദൈവത്തിന്റെ പദ്ധതിക്ക് ആദ്യത്തെ മത്സരം വരികയാണ്. ദൈവത്തിന്റെ പദ്ധതിക്ക് ആദ്യത്തെ എതിർപ്പ് വരികയാണ്. ദൈവം പറയാത്തത് ആദ്യമായി ഒരുവൻ തന്റെ ഇഷ്ടപ്രകാരം ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ? ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു പുരുഷന് ഒരു ഭാര്യ മാത്രമാണ്. അതുവരെ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതായ കാര്യം ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ളതായ നിലയിൽ, ഒരു പുരുഷന് ഒരു ഭാര്യ എന്നുള്ളതായ നിലയിലായിരുന്നപ്പോ 7-ാം തലമുറക്കാരനായ ലാമക്ക് വന്നു കഴിഞ്ഞപ്പോ ലാമക്ക് എന്ത് ചെയ്തു? 2 ഭാര്യമാരെ എടുത്തു. 1-ാമത്തെ ദൈവ വഴിയിൽ നിന്നുള്ളതായ ഡീവിയേഷൻ വരികയാണ്. 2-ാമത് ആദ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും എന്തായി തീർന്നു? പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൽ എന്നു പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. 22-ാമത്തെ വാക്യം, സില്ല തുബൽക്കയീനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തുബൽക്കയീമിന്റെ പെങ്ങൾ, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല, പാപത്തിന്റെ ഉത്ഭവങ്ങൾ മാത്രം ഞാനെന്ന് പറഞ്ഞു പോകുകയാണ്. 1-ാമത് ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ആ 2 ഭാര്യമാരിൽ ഒരാളുടെ പേരെന്ന് പറയുന്നത് ആദ എന്നും മറ്റൊരാളുടെ പേര് സില്ല എന്നുമാണ്. ആദ എന്ന് പറഞ്ഞ വാക്കിന് ആകർഷണീയത എന്നാണ് എൻ്റെ അർത്ഥം. സില്ല എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള എന്നാണ് അർത്ഥം. 2 ഭാര്യമാരെ എടുത്തു. കണ്ണിന് ആകർഷണമുള്ളതും അല്ലെങ്കിൽ കണ്ണിന് നയനാനന്ദകരമായതും കണ്ണിന് സുഖമുള്ളതും മറ്റൊന്ന് ജീവിതത്തിൽ സന്തോഷദായകമായിരിക്കുന്നതുമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോ ഇവിടെ ആരംഭിക്കുന്നു പാപങ്ങളുടെ അടിസ്ഥാനം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ജീവനത്തിന്റെ പ്രതാപം തൊട്ട് പുറകിൽ വരുന്നുണ്ട്. ആ വാക്യം കൂടെ ഞാൻ എടുക്കാം. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ ബേസ് എവിടാണെന്ന് ചോദിച്ചാൽ പാപത്തിന്റെ ബേസ് ഈ 3 കാര്യങ്ങളിലാണ്. എന്തൊക്കെയാണ്? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 കാര്യങ്ങൾ നാം വിശകലനം ചെയ്ത് വിവേചിച്ച് മനസ്സിലാക്കി ദൈവ വചനത്തിന് അനുകൂലമല്ലാത്തതായ കൺമോഹത്തിനോ ദൈവവചനത്തിന് ചേരാത്തതായ ജഡമോഹത്തിനോ ദൈവത്തിന്റെ ഹിതകരമല്ലാത്തതായ ജീവനത്തിന്റെ പ്രതാപത്തിനോ നാം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പാപത്തിന്റെ കഠിനതയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുവാനായിട്ടിടയായിട്ട് തീരും. അപ്പോ ഇതാണ് കയീനിന്റെ
7 വംശങ്ങളെന്ന്, അല്ലെങ്കിൽ 7 വംശപാരമ്പര്യം, 7 തലമുറകൾ എന്ന് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇനി ആ തലമുറകളെ കുറിച്ച് ഒന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. 23-ാമത്തെ വാക്യത്തിലേക്ക് വന്നിട്ട് 23-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ലാമെക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ലാമെക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. 24-ാമത്തെ വാക്യം. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമെക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. നോക്കൂ, ലാമെക്ക് പറയുന്നതായ കാര്യങ്ങൾ, ലാമെക്ക് തന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. തന്റെ ഭാര്യമാരോട് ഉച്ചത്തിൽ പറയുന്ന കാര്യമാണ്. അവര് കേൾക്കാൻ വേണ്ടി, അവരുടെ സന്തതികൾ കേൾക്കാൻ വേണ്ടി, ലാമെക്കിന്റെ സമയത്ത് ഉണ്ടായിരുന്നതായ പൊതുവായ ജനം കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ലാമെക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ. എന്റെ മുറിവിനു പകരം ഞാനൊരു പുരുഷനെയും. പകരത്തിനു പകരം എന്നുള്ളതായ ആ നിയമം അവിടെ ആര് കൊണ്ടുവരികയാണ്? കയീനിന്റെ 7-ാം തലമുറക്കാരനായ ലാമെക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദൈവം പറയാത്ത, ദൈവം ചിന്തിക്കാത്ത, ദൈവം കൊടുക്കാത്തതായ മാനുഷിക നിയമം അവിടെ ലാമെക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്റെ മുറിവിനു പകരം ഞാനൊരു പുരുഷനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ദുഷ്ടതയുടെ ആഹ്വാനം ലാമെക്കിന്റെ ഹൃദയത്തിൽ നിന്ന് വരികയാ. എന്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെ കൊല്ലും എന്ന് പറയുമ്പോ പകരത്തിന് പകരം, തിന്മയ്ക്ക് പകരം തിന്മ, വേദനയ്ക്ക് പകരം കൊലപാതകം എന്ന് പറയുമ്പോ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒരു മുറിവുണ്ടാക്കിയാൽ, ഒരു വേദന ഉണ്ടാക്കിയാൽ പകരം എന്താ ചെയ്യുക? ക്രൂരമായ കൊലപാതകം, ക്രൂരതയുടെ ആ ദുഷ്ടതയുടെ പാരമ്യത്തിലേക്ക് ലാമെക്ക് ചാടിക്കയറുകയാണ്. അവൻ അങ്ങനെ കയറാൻ കാരണം എന്താണെന്ന് കൂടെ ചിന്തിക്കണം. കയീനിൽ നിന്ന് തുടങ്ങുന്നതായ വിഷയമാണ്. ആദം പാപം ചെയ്തു, കയീൻ കൊലപാതകിയായി മാറി. ആ കൊലപാതകത്തിന്റെ സ്വഭാവം ഹാനോക്കിലേക്ക് വന്നു കാണും. ഹാനോക്കിൽ നിന്ന് ഈരാദിലേക്ക് വന്നു കാണും. ഈരാദിൽ നിന്ന് മെതുശഹലിലേക്ക് വന്നു കാണും. പ്രൈസ് ദി ലോർഡ്. ഈ തലമുറയായി കൈമാറ്റം ചെയ്ത് 7-ാം തലമുറ എത്തിക്കഴിഞ്ഞപ്പോ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരുവാനായിട്ടിടയായിട്ട് തീർന്നു. തിന്മയ്ക്ക് പകരം തിന്മ എന്നുള്ളതായ ഒരു വലിയ ആസ്പെക്റ്റിലേക്ക്, ആ വലിയൊരു കോൺസെൻട്രേഷനിലേക്ക് ആരെത്തിച്ചേർന്നു? ലാമെക്ക് എത്തിച്ചേരുവാനായിട്ടിടയായി തീർന്നില്ല. 24-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. 24-ാമത്തെ വാക്യം. കയീനിന് വേണ്ടി 7 ഇരട്ടി പകരം കയീനിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമെക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ സംഖ്യകളുടെ കണക്കല്ല, അവിടെ എണ്ണമില്ലാത്തതായ ദുഷ്ടതയുടെ, എണ്ണമറ്റതായ അനീതിയുടെ, എണ്ണമറ്റതായ ക്രൂരതയുടെ മുഖമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ 10 വർഷത്തിന് മുമ്പുള്ളതായ നിലയിലല്ല ഇന്നത്തെ ലോകം. 10 വർഷത്തിന് മുമ്പ് എവിടെങ്കിലുമൊക്കെ നമുക്ക് നീതി പ്രതീക്ഷിക്കാം, എവിടെങ്കിലുമൊക്കെ കരുണ പ്രതീക്ഷിക്കാം, എവിടെങ്കിലുമൊക്കെ ദയ പ്രതീക്ഷിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു വരുമ്പോ ആ കരുണയുടെ ലെവൽ, ദയയുടെ ലെവൽ, സ്നേഹത്തിന്റെ ലെവൽ എല്ലാം കുറഞ്ഞു ഒരിടത്തും നീതി കിട്ടാത്ത വിധത്തിൽ, ഒരിടത്തു നിന്നും ന്യായം കിട്ടാത്ത വിധത്തിൽ ലോകത്തിന്റെ സ്ഥിതി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കൊലപാതകങ്ങൾ, മരണങ്ങൾ, ആത്മഹത്യകൾ, തിന്മകൾ, മോഷണങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഒന്നും ഇപ്പോ ഒരു വാർത്തയെ അല്ലാത്ത നിലയിലേക്ക് ലോകം എത്തിച്ചേർന്നു. ഇന്നത്തെ ആ വിഷയത്തിന്റെ ബേസ് എവിടെയായിരുന്നു? അത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ്. 7-ാം തലമുറക്കാരനായ ലാമെക്കിന്റെ കാലത്ത് ഇന്ന് നാം കാണുന്നതായ സകല പാപങ്ങളുടെയും ബേസ് അവിടെ കാണുവാനായിട്ട് കഴിയും. നോക്കാം എന്തൊക്കെയാണെന്ന്. ഒന്ന്, ദൈവം തന്റെ നിയമം വാക്കാൽ പ്രസിദ്ധമാക്കുന്നതിന് മുമ്പേ
ദുഷ്ടൻ തന്റെ നിയമം ഭൂമിയിൽ നടപ്പാക്കുകയാണ്. ഒന്നാമത് ചെയ്തത് പോളിഗമി, ഒരു ഭാര്യയെ പാടുള്ളൂ എന്ന് ജനത്തിന് നിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, ദൈവം വാക്കാൽ പറയുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് നീങ്ങുവാൻ ലാമക്കിനെ പിശാചൊരുക്കി പോളിഗമി കൊണ്ടുവന്നു. 2 ഭാര്യമാരെ എടുത്തുള്ളൂ എന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയത്തില്ല. അനേക ഭാര്യമാര് അവന്റെ തലമുറയിൽ തന്നെ പലരും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണും. പിന്നെ വരുന്നതായ തലമുറകൾ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത വിധത്തിൽ വഷളത്വത്തിലേക്ക് മാറ്റപ്പെട്ട തലമുറ നമുക്ക് കാണുവാൻ കഴിയും. 2, എന്താ കയീൻ പറഞ്ഞത്? തിന്മയ്ക്കു പകരം തിന്മ, ഈവിൾ എഗെയിൻസ്റ്റ് ഈവിൾ. 3, എന്താ ആരംഭിച്ചത്? അവിടെ ആയുധമുണ്ടാക്കുവാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ആരാണ് ചെയ്തത് നമുക്കറിയാം. ആരാണ് ആയുധമുണ്ടാക്കിയത്? ലാമക്കിന് തന്റെ ഭാര്യമാരിൽ ജനിച്ചതായ ആ മക്കളുടെ തൊഴിലിനെ കുറിച്ച് പറയുമ്പോ നാം നേരത്തെ വായിച്ചു, 24-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ആ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മുമ്പത്തെ വാക്യം. അവന്റെ സഹോദരൻ യൂബാൽ എന്ന പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി. ലാമക്ക് കയ്യിൽ വാളെടുക്കുവാനിടയായി. ഇന്നുണ്ടായിരിക്കുന്നതായ എല്ലാ ക്രിമിനൽ കുറ്റങ്ങളുടെയും അടിസ്ഥാനം ഇവിടാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. ആയുധമുണ്ടാക്കാൻ ദൈവം പറഞ്ഞില്ലല്ലോ, വാളുണ്ടാക്കാൻ ദൈവം പറഞ്ഞില്ല. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ളതായ ആയുധങ്ങളുടെ ഉപജ്ഞാതാവ് ലാമക്കിന്റെ മകനാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നതിന്റെ കാര്യം, ക്രിമിനൽ ക്യാരക്ടർ ഉളവായത് ആരുടെ കാലത്താണ്? ഈ ലാമക്കിന്റെ സമയത്താണ് അത് പ്രസിദ്ധമായി തീരുവാനിടയായിട്ട് തീർന്നത്. ലോകം അല്ലെങ്കിൽ ആ കയീനിന്റെ ജനറേഷൻ എന്ന് പറയുന്നത് ക്രിമിനൽ ക്യാരക്ടർ ഉള്ളവരായി മാറി. കൊലപാതകം സർവ്വസാധാരണമായി മാറുകയാണ്. മാത്രമല്ല ലാമക്കിന്റെ ഓരോ വാക്കുകളും നാം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവന് ദൈവത്തെ കുറിച്ചുള്ളതായ ചിന്തയാകട്ടെ, ദൈവത്തെ കുറിച്ചുള്ളതായ ഭയമാകട്ടെ, ദൈവമുണ്ട് എന്നുള്ളതായ വിചാരമാകട്ടെ ഇല്ല. അവന്റെ തലമുറയിൽ ലാമക്കിന്റെ പേര്, 7-ാം തലമുറയിൽ ലാമക്കിന്റെ പേര് എടുത്തു പറയുവാൻ കാരണം, ആ തലമുറയിൽ വീരനായി കണ്ടതായ വ്യക്തി, അല്ലെങ്കിൽ അവരുടെ ഒക്കെ നേതാവായി കണ്ടതായ വ്യക്തി ലാമക്കിന്റെ വാക്കിൽ എന്താണ് നമുക്ക് സ്പഷ്ടമായി കേൾക്കുവാൻ കഴിഞ്ഞത്? ദൈവത്തിനെതിരെയുള്ളതായ, ദൈവമുണ്ടെന്നുള്ളതായ ചിന്ത പോലുമില്ലാതെ അവന്റേതായിട്ടുള്ളതായ ആ മനോഭാവത്തിൽ നിന്ന്, അവന്റേതായിട്ടുള്ള ചിന്തയിൽ നിന്നുള്ളതായ ശബ്ദം അവൻ പുറത്തു വിടുകയാണ്. ദൈവം ഇല്ല എന്ന് കരുതുന്നവരെ ശ്രേഷ്ഠരായി കാണുന്ന ഒരു തലമുറ ലാമക്കിന്റെ സമയത്തുണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് നോക്ക്, ഇന്ന് ദൈവത്തെ കുറിച്ച് പബ്ലിക്കായിട്ട് പറയുന്നവനെ ഭോഷനായും അവനെ ബുദ്ധിയില്ലാത്തവനുമായി എണ്ണുമ്പോ, ലോകം ബുദ്ധിജീവി എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്നവനെയാണ് ബുദ്ധിജീവിയായി ഇന്നത്തെ ലോകം കണക്കാക്കുന്നത്. അപ്പോ ഇന്ന് കാണുന്നതായ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സകല തിന്മയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കയീനിന്റെ തലമുറയാണ്. ആ കയീന്റെ തലമുറ, അത് ഇനിയും പ്രത്യേകത ഞാൻ പറയാം. കയീന്റെ തലമുറയെ നമ്മൾ ചിന്തിക്കുമ്പോ 7-ാം തലമുറയായ ലാമക്കോടുകൂടെ കയീന്റെ തലമുറയുടെ വിശേഷത അല്ലെങ്കിൽ വിശദീകരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവസാനിപ്പിച്ചു. പിന്നെ നമുക്ക് കയീനിന്റെ വംശപാരമ്പര്യത്തെ കുറിച്ച് തിരുവചനത്തിൽ ഒരിടത്തും കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തെ വിട്ടുപോകുന്ന, ദൈവത്തിന്റെ വചനത്തെ പുറകിൽ എറിഞ്ഞു കളയുന്ന, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നവരുടെ
ആയുസ് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ അവസാനം ആരും അറിയാതെ കഴിഞ്ഞു പോകും. അതാണ് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതായ കാര്യം. ശ്രദ്ധിക്കണം. കയീന്റെ 7-ാം തലമുറ വരെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ പാപത്തിന്റെ ബേസ് നമ്മെ അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ 7-ാം തലമുറ വരെയെങ്കിലും സൂചിപ്പിച്ചത്. ഇനി ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാം. 2 തലമുറ, 2 വംശപാരമ്പര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. കയീന്റെ വംശപാരമ്പര്യവും 5-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ശേത്തിന്റെ വംശപാരമ്പര്യവും കാണുവാൻ കഴിയും. ആ ശേത്തിന്റെ വംശപാരമ്പര്യത്തിൽ നോഹ വരെയുള്ളതായ 10 തലമുറകളെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ആദം മുതൽ ശേത്തിൽ കൂടെയുള്ളതായ വംശപാരമ്പര്യം 10 തലമുറ കഴിഞ്ഞ് നോഹയിൽ വന്ന് നിൽക്കുമ്പോൾ, ആദം മുതൽ നോഹ വരെയുള്ളതായ എല്ലാവരുടെയും കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോ അത് വായിച്ചാൽ നമുക്ക് ഒരു വലിയ മർമ്മം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദമിന്റെ മകനായ ശേത്തിന്റെ തുടർന്നുള്ളതായ മക്കളുടെ കാര്യം ചിന്തിക്കുമ്പോ അവര് ഓരോരുത്തരും അവരെത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതായ സ്പഷ്ടമായ കണക്ക്, ഇത്ര സംവത്സരം ജീവിച്ചിരുന്നു എന്നുള്ള കണക്ക് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. 2, ഓരോരുത്തരും ജനിച്ചത് ഏതു വർഷമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരിൽ നിന്നും തലമുറകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എത്ര വർഷം കഴിഞ്ഞാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ജീവിത നിലവാരങ്ങൾ വിശദമായിട്ടല്ലെങ്കിലും നമുക്ക് ചെറുതായിട്ടെങ്കിലും കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതായ തലമുറകൾ, ആദമിൽ നിന്ന് ശേത്ത് മുഖാന്തരമുള്ളതായ തലമുറകളെ കുറിച്ച് ദൈവം വളരെ ശ്രദ്ധാലുവായിരുന്നു. അവരെന്ന്, എവിടെ ജനിച്ചു എന്ന്, എപ്പോ ജനിച്ചു എന്ന്, എപ്പോഴവർ വിവാഹിതരായി എന്ന്, എപ്പോഴവർ തലമുറയ്ക്ക് ജന്മം കൊടുത്തു എന്ന്, എത്ര നാൾ അവർ ജീവിച്ചിരുന്നു എന്നവർ മരിച്ചു എന്ന് രേഖപ്പെടുത്തത്തക്കതായ വിധത്തിൽ ഓരോ വ്യക്തികളുടെയും പൂർണ്ണമായ വിവരം തിരുവചനത്തിൽ രേഖപ്പെടുത്തത്തക്കതായ വിധത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നതായ തലമുറകളെ ദൈവം വളരെ കാര്യമായി ഗൗനിക്കുന്നു എന്ന് നമുക്ക് അറിവ് തരികയാണ്. അതേസമയം നേരെ തിരിച്ച് ആദമിന്റെ മകനായ കയീൻ എത്ര വർഷം ജീവിച്ചിരുന്നു എന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തുമില്ല. കയീന്റെ ആയുഷ്കാലത്തെ കുറിച്ചോ, കയീനിന്റെ മകനായ ഹാനോക്കിന്റെ ആയുഷ്കാലത്തെ കുറിച്ചോ, ഹാനോക്കിന്റെ മകനായ ഈരാദിന്റെ ആയുസിനെ കുറിച്ചോ, അല്ലെങ്കിൽ ലാമക്ക് വരെയുള്ളതായ രേഖപ്പെടുത്തപ്പെട്ട കയീനിന്റെ സന്തതികൾ എത്ര കാലം ജീവിച്ചിരുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അവർ ജീവിച്ചതായ വർഷങ്ങൾ ദൈവത്തിന് ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന്റെ മുമ്പിൽ അത് ഗണ്യമാക്കുന്നില്ല. ദൈവം അത് ഗണ്യമാക്കാതെ തള്ളിക്കളഞ്ഞു. ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ മുന്നറിയിപ്പിനെ, ദൈവത്തിന്റെ വാണിങ്ങിനെ, ദൈവം കൊടുത്തതായ താക്കീതുകളെ അവഗണിച്ചതായ കയീനിന്റെ കുടുംബത്തെ കുറിച്ചോ, കയീന്റെ തലമുറകളെ കുറിച്ചോ ദൈവം കരുതാതെ അവരെ അഗണ്യമാക്കി കളഞ്ഞു എന്ന് നാം ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ. ദൈവത്തെ അന്വേഷിക്കുന്നതായ ഒരു തലമുറയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും ശ്രദ്ധയോടെ അവരെ കരുതുകയും ചെയ്യുന്ന ഒരു സ്വർഗം ജീവിച്ചിരിപ്പുണ്ട്. അതാണ് ഇന്ന് രാത്രി ഈ ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്. നാം ദൈവവചനത്തിന് കൊടുക്കുന്നതായ പ്രാധാന്യം, ദൈവം കൽപ്പിക്കുന്നത് കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രാധാന്യം, ദൈവം അത് എത്രത്തോളം പ്രാധാന്യമായി കരുതുമെന്ന്
ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ 5-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ നിങ്ങൾ ശരിയായി വായിച്ച് മനസ്സിലാക്കണം. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ സന്നിധാനത്തിൽ കയീനിന്റെയും ശേത്തിന്റെയും തലമുറകൾ തമ്മിലുള്ളതായ വ്യത്യാസവും കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. അപ്പോ ലാമക്കിന്റെ തലമുറ ഈ ലോകത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ലാമക്കിന്റെ തലമുറ ജീവിച്ചത് ഈ ലോകത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. ഈ ലോകത്തിന്റെ നിയമങ്ങൾ എന്താണ്? കണ്ണിന് ഇമ്പകരമായിട്ടുള്ളത്, ജഡത്തിന്റെ മോഹത്തിന് ആശ്വാസമായിട്ടുള്ളത്, ജീവനത്തിന്റെ പ്രതാപത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതായ അവസ്ഥകൾ. ഇത് ഉരുത്തിരിഞ്ഞത് കയീനിന്റെ തലമുറയിൽ നിന്നാണ്. ലാമക്കിന്റെ സമയത്ത് അത് മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരുവാനായിട്ടിടയായിട്ട് തീർന്നു. ഇനിയും പറയാൻ പോകുന്നതായ കാര്യങ്ങൾ ഒരുപക്ഷെ എത്ര പേർ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അംഗീകരിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. നോക്കൂ, നമുക്ക് ഒടുവിൽ വായിച്ചു നിർത്തിയതായ ചില വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ലാമക്കിന്റെ സന്തതികളെ കുറിച്ചുള്ളതായ അല്പങ്ങൾ വിശദമായ പഠനം നമുക്ക് കാണുവാൻ കഴിയും. കലയും അതേ തുടർന്നുള്ളതായ വിഷയങ്ങളും ഉരുത്തിരിഞ്ഞത് ലാമക്കിൽ നിന്നാണ്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 22 മുതലുള്ളതായ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സില്ല തൂബൽകൈനെ പ്രസവിച്ചു. മുമ്പിലുള്ള വാക്യം കൂടെ ചേർത്ത്. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി. കിന്നരവും വേണുവും ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ആരാണ് പിതാവായി തീർന്നത്? യൂബാൽ. യൂബാൽ ആരാണ്? ലാമക്കിന്റെ മകനാണ്. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് വായിക്കണം എന്നുണ്ടെങ്കിൽ സംഗീതം വേണമല്ലോ. സംഗീതവും അതിനോടുള്ളതായ ബന്ധപ്പെട്ടതായ വിഷയങ്ങളും മാനവജാതിയിൽ ഉരുത്തിരിഞ്ഞത് ആരിൽ കൂടിയാണ്? കയീനിൽ കൂടിയാണ്. ഇതെന്താ നമ്മളെ ഓർപ്പിക്കുന്നത് അറിയാമോ? വളരെ ഗൗരവമായി കരുതേണ്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവമായി കരുതേണ്ട ഒരു വിഷയം. ദൈവം തന്നിരിക്കുന്നതായ നമ്മുടെ കഴിവുകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനല്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കയീനിന്റെ തലമുറയിലേക്ക് ആ കഴിവുകൾ മാറ്റപ്പെടും. ശ്രദ്ധിക്കണം. ഈ ലോകത്ത് കാണുന്ന സകല മത്സര പരീക്ഷകളും ടാലന്റ് ടെസ്റ്റുകളും കലാ മത്സരങ്ങളും എല്ലാം ചെന്നവസാനിക്കുന്നത് ദുഷ്ടതയിലാണ്. എല്ലാം ചെന്നവസാനിക്കുന്നത് ആ പാപത്തിന്റെ കെടുകാര്യസ്ഥതയിലാണ്. പ്രൈസലോ. ഞാൻ അതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പല ചാനലുകളിലും റിയാലിറ്റി ഷോസ് നടക്കുന്നുണ്ട്. പലതരത്തിലുള്ളതായ റിയാലിറ്റി ഷോസ് ഉണ്ട്. ഇതിനകത്ത് കാണുന്ന പെർഫോമൻസ് ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാം എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്കും ഈ ലോകത്തിന്റെ പാപങ്ങളിലേക്കും ഇഴുകിച്ചേരത്തക്ക വിധത്തിൽ, ഈ ലോകത്തിന്റെ ധനം വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ, ഈ ലോകത്തിൽ കീർത്തി ഉണ്ടാകത്തക്കതായ രീതിയിൽ അത് വിനിയോഗിക്കപ്പെടുകയാണ്. ആരെങ്കിലും ആ വിഷയത്തുള്ളതായ ബന്ധത്തിൽ നീതീകരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. മറിച്ച് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നാൽ, പിശാച് നമ്മെ വശീകരിച്ചു കൊണ്ടുപോകുന്ന, നമ്മെ വഴിതെറ്റിക്കുന്ന വലിയ ചതിവ് നമുക്കവിടെ കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കുന്നുണ്ടോ? എവിടെ ആത്മീക വിഷയത്തിൽ എവിടെ ഒരു ടാലന്റ് ടെസ്റ്റ്, എവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുകയില്ല. അവിടെ ഒരു ശത്രുത ഉണ്ടാകാതിരിക്കുകയില്ല. അവിടെ ഒരു വഴക്കിന് അടിസ്ഥാനം ഉണ്ടാകാതിരിക്കുകയില്ല. അവിടെ ഒരു ഭിന്നത ഉണ്ടാകാതിരിക്കുകയില്ല.
അവിടെ മനസ്സിന് കയ്പുണ്ടാകാതിരിക്കുകയില്ല. കാരണം അത് സ്വന്തം നാമമഹത്വത്തിനായി, സ്വന്തം നേട്ടത്തിനായി നാം കരുതുന്നതായ ഉപാധികളായി മാറുന്നത് കൊണ്ട്. ഈ മത്സരത്തിനൊന്നും നമ്മളെതിരല്ല. വേണം, മത്സരത്തിനല്ല ഞാൻ പറഞ്ഞത്. ദൈവം തരുന്നതായ താലന്തുകൾ അതൊരു പക്ഷേ ശ്രേഷ്ഠമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. നമുക്ക് പാടുവാനുള്ളതായ കൃപ ഒരുപക്ഷെ ഇല്ലെങ്കിൽ പോലും പാടാനൊരവസരം കിട്ടിയാൽ നാം എന്ത് ചെയ്യണം? പാടുവാൻ തയ്യാറാകണം. ദൈവം തന്നതായ കഴിവ് അത്രയേ ഉള്ളൂ. ദൈവം തന്നതായ കഴിവ് അത്രയേ ഉള്ളൂ. ഞാൻ ദൈവത്തിന് വേണ്ടി പാടും, മനുഷ്യനത് കേട്ട് ആസ്വദിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല എന്ന് കരുതുന്നതായ ആ ചിന്താഗതിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരം. നമുക്ക് സുവിശേഷം പറയാനുള്ളതായ അറിവില്ല, നമുക്ക് അതിനുള്ള വിവരമില്ല, അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ളതായ കഴിവില്ല. അങ്ങൊരു ചാൻസ് കിട്ടിയാൽ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടിയത്. മത്സരിച്ച് ഞാൻ നന്നായി പ്രസംഗിക്കുന്നവനാണ്, നന്നായി പെർഫോം ചെയ്യുന്നവനാണ് എന്ന് 100 പേരുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി ആയിരിക്കരുത് ദൈവം തന്നിരിക്കുന്നതായ ആത്മീക കൃപകളുടെ പെർഫോമൻസ് എന്ന് പറയുന്നതായ പ്രകടനങ്ങൾ. അത് കയ്യിന്റെ തലമുറയുടെ ലക്ഷണമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഏറ്റവും കൂടുതൽ ജനത്തെ വഞ്ചിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നത് പ്രസംഗമല്ല, അത് പാട്ടുകളാണ്, അത് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കുകളാണ്, അത് അതിൽ കൂടെ വരുന്നതായ പെർഫോമൻസുകളാണ്. ചരിത്രം നമ്മൾ നോക്കിയാൽ അനേക സംഭവങ്ങൾ എന്റെ മുമ്പിലുണ്ട്. പേഴ്സണൽ അറിയാവുന്നതായ അനേക സംഭവങ്ങളുണ്ട്. പാട്ടുകാരായി മുന്നോട്ട് വരുന്നതായ ആൾക്കാർ ജീവിതത്തിന്റെ നിലവാരങ്ങളിൽ ആത്മീക നിലവാരം വിട്ടു പോകുന്നതായ ഒത്തിരി കേസുകൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവം തന്നത് ദൈവനാമമഹത്വത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നാം നടത്തുന്നതായ ടാലന്റ് ടെസ്റ്റുകളായാലും, അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ചർച്ചിന്റെ കാര്യം മാത്രമല്ല, പൊതുവെയുള്ളതായ കാര്യമാണ്. ആത്മീക കൂട്ടായ്മകളിൽ, ദൈവസഭകൾ എന്നറിയപ്പെടുന്നതായ ഇടങ്ങളിൽ നടത്തുന്നതായ ടാലന്റ് ടെസ്റ്റുകൾ പങ്കാളികൾ തമ്മിൽ ശത്രുത ഉളവാകുവാൻ, പങ്കാളികൾ തമ്മിൽ വൈരമുണ്ടാകുവാൻ, രക്ഷകർത്താക്കൾ തമ്മിൽ വഴക്കും വയ്യാവേലിയും ഉണ്ടാകുവാൻ, സഭകൾ തമ്മിൽ ഭിന്നതയുണ്ടാകുവാൻ, ആത്മീയ വിഷയങ്ങൾ തന്നെ കാരണമാക്കിയെടുക്കുന്ന സാത്താന്യ തന്ത്രങ്ങളിൽപ്പെട്ട് ദൈവജനം വല്ലാതെ മാറിപ്പോകുന്നതായ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ പെർഫോമൻസിന് വേണ്ടി ആയിരിക്കരുത് ചെയ്യേണ്ടത്. ഒരു അതിന്റെ ശരിക്കുള്ള അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമ്മാനം കിട്ടണം എന്നുള്ളതായ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ എത്തണമെന്നുള്ളതായ ചിന്തയോടെ ആയിരിക്കരുത് നാം നമ്മുടെ ടാലന്റുകൾ പ്രകടിപ്പിക്കുന്നത്. എഴുതാനുള്ളതായാലും കൊള്ളാം, വായിക്കാനുള്ളതായാലും കൊള്ളാം, പ്രസംഗിക്കാനുള്ളതായാലും കൊള്ളാം, പാടാനുള്ളതായാലും കൊള്ളാം, എന്തായാലും കർത്താവ് എനിക്ക് തന്നു, ഞാനത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി അത് വിനിയോഗിക്കുമെന്നുള്ള ഏക ചിന്തയോടെ ആയിരിക്കണം നമുക്ക് കിട്ടുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളുടെ ഉപയോഗങ്ങൾ ദൈവസഭയിൽ വേണ്ടത്. അല്ല എങ്കിൽ പിശാച് ദൈവജനത്തെ വല്ലാതെ കരുവാക്കിക്കളയും. അതുകൊണ്ട് തന്നെ സകല കാര്യങ്ങളും പരിശോധിച്ചു മാത്രമേ ദൈവ സഭകളിൽ അത് അനുവദിക്കാവൂ എന്നുള്ളതായ ചിന്താഗതിക്കാരനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം അതാണ് നമ്മെ ഓർപ്പിക്കുന്നതും എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം ആ ഭാഗം വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ കയീനിന്റെ തലമുറയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. കയീന്റെ തലമുറ സകല കാര്യങ്ങളിലും ദുഷ്ടതയുടെ ബേസായി മാറി. അത് ലോകപ്രകാരമായാലും കൊള്ളാം, അത് വേറെ ഏത് രീതിയിലെടുത്താലും ദൈവം അവരെ എന്ത് ചെയ്തു?
അഗണ്യമാക്കി കളഞ്ഞു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പിന്നെ കാണുന്നേയില്ല. 7 തലമുറ കഴിഞ്ഞപ്പോ അവർ ദൈവത്തിന്റെ പരാമർശങ്ങളിൽ ഒന്നിലും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് ശേത്തിന്റെ തലമുറയിലേക്ക് വരാം. ശേത്തിന്റെ തലമുറ 4-ാം അധ്യായത്തിന്റെ 26 മുതൽ 26 വാക്യം മുതൽ വായിക്കും. ഞാൻ പ്രത്യേകിച്ച് 7-ാം തലമുറയിലേക്കാണ് ആദ്യം വരുന്നത്. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോസ് എന്ന് പേരിട്ടു. അത് ശേത്തിന്റെ മകനാണ്. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പോ ആരാധന എന്നാ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് ശേത്തിന്റെ തലമുറ ജനിച്ചതോടുകൂടിയാണ് ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ ആ ഒരു താല്പര്യമുണ്ടായതും ആരാധന ആരംഭിക്കുന്നതും. വായിക്കാൻ 5-ാം അധ്യായത്തിന്റെ 21 വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലമാകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലമാകെ 365 സംവത്സരമായിരുന്നു. മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിനെ ജനിപ്പിച്ച ശേഷം മെഥൂശലഹ് 782 സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെഥൂശലഹിന്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ലാമക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ഞാൻ ഈ ഭാഗം വായിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 തലമുറകളെയും തമ്മിലുള്ളതായ കമ്പാരിസൺ ആണ്. 2 പേരുടെ കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയം തീർന്നതുകൊണ്ട്. കയീനിന്റെ മകന്റെ പേര് ഹാനോക്ക്. അതായത് ആദം മുതൽ കയീനിന്റെ വംശാവലിയിൽ 3-ാമത്തെ തലമുറ ഹാനോക്ക്. ആ ഹാനോക്കിന്റെ സമയത്ത് എന്താ സംഭവിച്ചത്? തനിക്കുള്ളതെല്ലാം തൻ്റേത്, ലോകത്തിന്റെ കീർത്തിയെല്ലാം തനിക്ക്, തന്റെ പണി, തന്റെ പേര്. ആ ഒരു ചിന്താഗതിയിലേക്കാണ് 3-ാം തലമുറക്കാരനായ കയീനിന്റെ വംശാവലിയിലെ ആദം മുതൽ 3-ാം തലമുറക്കാരനായ ഹാനോക്ക് എത്തിച്ചേർന്നത്. പക്ഷേ ആദം മുതൽ ശേത്തിൽ കൂടിയുള്ളതായ 7-ാം തലമുറക്കാരനായ ഹാനോക്കിലെത്തുമ്പോൾ 2 പേരുടെയും പേരൊന്നാണ് കേട്ടോ, 2 പേരുടെയും പേരൊന്നാണ്. പക്ഷേ ഒരുവൻ 3-ാം തലമുറക്കാരനായിരിക്കുമ്പോൾ മറ്റവൻ 7-ാം തലമുറക്കാരനാണ്. 3-ാം തലമുറക്കാരൻ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് എന്നേക്കുമായി തെറ്റി ഒഴിഞ്ഞ് അവൻ സ്വന്തം കാര്യം നോക്കി, സ്വന്തം പദവി നോക്കി, അവൻ സ്വന്തം പേരും കൊണ്ട് നടക്കുമ്പോൾ ഇതാ മറ്റൊരുവൻ 7-ാം തലമുറക്കാരനായ ഹാനോക്ക് അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് കൂടെ നടക്കുകയാണ്. ദൈവത്തോട് കൂടെ നടക്കുക മാത്രമല്ല അവൻ ദൈവത്തിന്റെ പ്രസാദകരമായി ചെയ്തു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ കുടുംബത്തിന് വേണ്ടി അവൻ നിന്നു. അവന്റെ ജീവിതം ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്നു. 300 വർഷം കഴിഞ്ഞപ്പോ 300 വർഷം കൂടെ നടന്നു കഴിഞ്ഞപ്പോ യഹോവയായ ദൈവം പറഞ്ഞു, മതി മോനെ, നീ കൂടെ നടന്നത് മതി, ഇനി എന്റെ കൂടെ ഇരിക്കുന്നു പറഞ്ഞ് അവനെ എന്ത് ചെയ്തു? അവനെ ദൈവം അങ്ങ് എടുത്തു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ ആരും അവനെ കാണാതെയായി. പ്രൈസ് ദി ലോർഡ്. കയീനിന്റെ വംശാവലിയിലുള്ളതായ 3-ാം തലമുറക്കാരനായ ഹാനോക്കിന് സംഭവിച്ചു. അത് ദൈവവചനം പറയുന്നില്ല. അവൻ ദൈവസന്നിധിയിൽ നിന്ന് എന്നേക്കുമായി കൈവിടപ്പെട്ടവനായി പോകുമ്പോ 7-ാം തലമുറക്കാരനായ ഹാനോക്ക് മാനവജാതിയുടെ ആദ്യത്തെ പ്രവാചകനായി എണ്ണപ്പെടുവാനിടയായി. മനുഷ്യരിൽ ആദ്യത്തെ പ്രവാചകനാരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഹാനോക്കാണ് എന്ന് നമുക്ക് യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ അറിയുവാൻ കഴിയും. ഇതാണ് ആ തലമുറയിലെ ഒരു പ്രത്യേകത.
ബാക്കിയുള്ള പ്രത്യേകത നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. തൽക്കാലം ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെയും ശ്രദ്ധിച്ചിരുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണമെന്നാണ് നാം ഇന്ന് പഠിച്ചതിന്റെ സാരം. പ്രൈസ് ദി ലോർഡ്. നാം അറിഞ്ഞോ അറിയാതെയോ കയ്യിന്റെ വഴിയിലേക്ക്, കയ്യിന്റെ തലമുറയുടെ അനുഭവത്തിലേക്ക് പോകുവാനിടയാകരുത്. പിന്നെയോ ശേത്തിന്റെ തലമുറയിൽ ഹാനോക്കിനെ പോലെ ഇനിയും വരുന്നു. ഹല്ലേലൂയ. രണ്ടുപേരുടെ കാര്യം കൂടെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ തലമുറയിലെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ കുറിച്ച് ചുരുക്കമായി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കുവാൻ കർത്താവായ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.